Okay, all of you mark your attendance. അപ്പൊ നമ്മൾ ഇന്നലെ സന്ധി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് സന്ധി? എന്താണ് സന്ധി? വായിച്ചിട്ടേ ഇല്ല അല്ലെ? പിന്നെ അവിടെ വെച്ചു. എന്താണ് സന്ധി? വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. സന്ധി എത്ര തരത്തിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഭസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദിത്തസന്ധി. ഓക്കെ. ഒരു വർണ്ണം ലോപിക്കുന്നത് ലോഭസന്ധി, ഒരു വർണ്ണം ആഗമിക്കുന്നത് ആഗമസന്ധി, ഒരു വർണ്ണം പോയി മറ്റൊന്ന് ആദേശസന്ധി, നെക്സ്റ്റ് വർണ്ണങ്ങളിൽ ഇരട്ടിക്കുന്നതാണ് എന്ത്? ദിത്തസന്ധി. അത്രയും നമ്മൾ പറഞ്ഞു അല്ലെ? അതിന് കുറെ എക്സാമ്പിളും പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞു എന്താണ്? ലോഭസന്ധി തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് ശേഷം എന്ത്? ഇത് 3 തരത്തിലാണ് പ്രവർത്തിക്കുക പറഞ്ഞു അല്ലെ? ഒന്ന് നിത്യലോപം, ആദ്യത്തത് നിത്യലോപം. എന്താ പറഞ്ഞത് അമ്മ? സ്വരം വരുമ്പോൾ സംവൃതോകാരം സർവത്ര ലോപിക്കുന്നതാണ് ഒന്നാമത്തത് അല്ലെ? ദഹനം ആണ്ട് പ്ലസ് അറുതി, ആണ്ടറുതി. വീട് പ്ലസ് ഉണ്ട്, വീടുണ്ട്. തണുപ്പ് പ്ലസ് ഇല്ല, തണുപ്പില്ല. അടുത്തതോ 10 പ്ലസ് ആയി, 10ആയി അല്ലെ? ഇത്രയാണ് അതില് എക്സാമ്പിൾ പറയുന്നത്. രണ്ടാമത്തത് വികൽപ്പ ലോപം എന്നാണ്. വികൽപ്പ ലോപം, ലോപിക്കുകയോ ലോപിക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോ ദ്യോതക സ്വരം പിൻവന്നാൽ ആഖ്യാതത്തിലെ ഉകാരം ലോപിക്കുകയോ അവയ്ക്കിടയ്ക്ക് ഒരു വ്യഞ്ജനം ആഗമിക്കുകയോ ചെയ്യാം. ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ചെയ്തു അധികം എന്ന്, ചെയ്തെന്ന്. ചെയ്തുവെന്ന് എന്നും കൂടെ വേണമെങ്കിൽ എഴുതാം. ചെയ്തെന്നോ ചെയ്തുവെന്നോ എഴുതാം. അതേപോലെ കണ്ടോ കുറെ എക്സാമ്പിള്. കണ്ടു അധികം അല്ലോ, കണ്ടല്ലോ അല്ലെങ്കിൽ കണ്ടുവല്ലോ അല്ലെ? അത് നമ്മൾ എഴുതാറുണ്ട്. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പോയി അധികം ഓ, പോയോ, പോയിയോ അങ്ങനെ ചോദിക്കാറില്ല അല്ലെ? പോയോന്ന് ചോദിക്കും, പോയോ എന്നും ചോദിക്കാം. പിന്നെ ആട്ടെ, അതെ, ഊടെ, ഊടെ എന്നീ ഗതികളുടെ ഒടുവിലുള്ള ഏകാരവും ലോപിക്കുകയോ വ്യഞ്ജനാഗമിക്കുകയോ ചെയ്യാം. അതില് എക്സാമ്പിൾ വരുന്ന വരട്ടെ അധികം എന്ന്, വരട്ടെന്ന് അല്ലെങ്കിൽ വരട്ടെ എന്ന് അല്ലെ? അല്ലെങ്കിലോ കാണാതെ അധികം അല്ല, കാണാതല്ല, കാണാതെയല്ല. പിന്നെ വടിയുടെ അധികം അറ്റം, വടിയുടെ അറ്റെന്നും പറയാ, വടിയുടെ അറ്റെന്നും പറയാ അല്ലെ? അടുത്ത കാട്ടിലൂടെ അധികം ഓടി, കാട്ടിലോടോടി, കാട്ടിലൂടെ ഓടി എന്നും എഴുതാം. പിന്നെ അല്ല, ഇല്ല, ആയി, പോയി ഇവയുടെ അവസാനത്തുള്ള സ്വരവും വികൽപ്പേന ലോപിക്കും. അല്ല പ്ലസ് എന്ന്, അല്ലെന്ന്, അല്ല എന്ന്. അടുത്ത ഇല്ല, അല്ലോ, ഇല്ലല്ലോ, അല്ല ഇല്ലയല്ലോ. തേർഡ് മൂന്നാമത്തെ എന്താ പറഞ്ഞത്? സ്വരങ്ങൾ ചേരുമ്പോൾ ലോപിക്കാത്ത അവസ്ഥയുണ്ട്. ഒന്നെന്നാ പറഞ്ഞത് നമ്മൾ ആദ്യം നിത്യലോപം, രണ്ടാമത്തത് വികൽപ്പലോപം, മൂന്നാമത്തെ എന്താ പറഞ്ഞത്? സ്വരങ്ങൾ ചേരുമ്പോൾ ലോപിക്കാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ അതില് ആ, ഓ, എ എന്നീ നിബാധ സ്വരങ്ങൾക്ക് പകരമായി സ്വരം വന്നാൽ അവ ലോപിക്കില്ല. ഓരോ സന്ദർഭങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നല്ലോണം ക്ലിയർ ആവും. വായിച്ചു നോക്കിയാൽ മതി. എക്സാമ്പിൾ വരുന്ന അതാ പ്ലസ് ഒന്ന്, അതാ ഒന്ന്. ഏതോ അധികം ഒരാൾ, ഏതോ ഒരാൾ. എന്തേ ഓടാൻ, എന്തേ ഓടാൻ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് അല്ലെ? ഇവിടെ സംബോധനയിലെ സ്വരം തൊട്ടടുത്തുള്ള സ്വരം വന്നാൽ ലോപിക്കില്ല. ഗുരോ പ്ലസ് അവിടുന്ന്, ഗുരോ അവിടുന്ന്. കുട്ടി പ്ലസ് ഓടരുത്, കുട്ടി ഓടരുത് എന്ന് നമ്മ എഴുതാറുണ്ട് അല്ലെ? കുട്ടി ഓടരുത് എന്നതിനെക്കാണെങ്കിൽ കുട്ടി ഓടരുത് എഴുതാറുണ്ട്. അടുത്തതാണ് ആഗമസന്ധി. സന്ധിയിൽ രണ്ടാമത്തത് അല്ലെ? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധിയാണ്. 4 തരത്തിലാണ് സന്ധി ഉള്ളത്. അതില് രണ്ടാമത്തത് ആഗമസന്ധി. അപ്പോ ആ, ഈ, എ എന്നീ താലവ്യസ്വരം കഴിഞ്ഞ് സ്വരം വന്നാൽ യാ ആണ് ആഗമമായി വരിക. ഉ, ഓ എന്നീ ഔഷ്ട്യസ്വരം കഴിഞ്ഞ് വായും. ഉദാഹരണം അവിടെ തരുന്നുണ്ട്. ആന പ്ലസ് അല്ല, ആനയല്ല, യാ വന്നു. പുഴ പ്ലസ് ഓരം, പുഴയോരം, യാ വന്നു, അവിടെ ആഗമിച്ചു. വഴി പ്ലസ് ഇല്ല, വഴിയില്ല, യാ ആഗമിക്കും. അതേ പ്ലസ് ഓ, അതയോ, യാ ആഗമം വന്നു. കണ്ടു പ്ലസ് ഓ, കണ്ടുവോ അല്ലെ? വോ ആയി, വാ ആഗമിച്ചു.
ഇനി രാമു പ്ലസ് അല്ല രാമുവല്ല, പോ പ്ലസ് ആൻ പോവാൻ. പ്രത്യയത്തിന്റെ ആദിയിലുള്ള കായുടെ മുമ്പ് യ ആഗമിക്കും. ഉദാഹരണം സീത പ്ലസ് ക്ക് സീതയ്ക്ക്, തല പ്ലസ് കൽ തലയ്ക്കൽ. ക്രിയകളിൽ യകാരത്തിന് പകരം നകാരവും അകാരത്തിന് പകരം കകാരവും ആഗമിക്കും. അപ്പൊ ഉദാഹരണം കുറെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ, എല്ലാം ഒരേ സംഭവം തന്നെയാണ്. വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പൊ ആഗമസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ആഗമിക്കുന്നതാണ് എന്ത് ആഗമസന്ധി. എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ദ്വിത്വസന്ധി പറഞ്ഞ എങ്ങനെയാ? സ്വരം കഴിഞ്ഞ് ദൃഢവ്യഞ്ജനം വന്നാൽ ഇരട്ടിക്കും. മുന്നിരിക്കുന്ന പദത്തെ വിശേഷണമാക്കി തീർക്കാനുള്ള ഒരു ഉപായം കൂടിയാണിത്. ഉദാഹരണം പച്ച പ്ലസ് തത്ത പച്ചത്തത്ത. സ്വാഭാവികമായി നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ് ദ്വിത്വസന്ധി ഇത് ഇരട്ടിക്കുമ്പം വരുന്നത്. നെക്സ്റ്റ് എന്താ? മാമ്പഴ പ്ലസ് കാലം മാമ്പഴക്കാലം, ഉച്ച പ്ലസ് ചൂട് ഉച്ചച്ചൂട്, വാർക്ക പ്ലസ് പുര വാർക്കപ്പുര, പുള്ളി പ്ലസ് സാരി പുള്ളിസാരി. ചില പ്രത്യേകതകൾ ഉണ്ട് അതിനും. എങ്ങനെ? ആ ഇ എ എന്നീ ചുട്ടെഴുത്തിന് ശേഷം ഏത് വ്യഞ്ജനവും ദൃഢങ്ങളും ശിഥിലങ്ങളും ഇരട്ടിക്കും. ഉദാഹരണം ആ പ്ലസ് കാലം നമ്മെ അറിയുന്ന അക്കാലം അല്ലെ, അക്കാലം, ഇക്കാര്യം, ഇമ്മാതിരി അല്ലെ, ഒരുപാടുണ്ട് നമ്മൾ എഴുതി വരുന്നത്. എത്തരം, അന്നേരം അല്ലെ, ആ നേരം, ആ പ്ലസ് നേരമാണ് അന്നേരം, അന്നേരം പ്ലസ് കാര്യമാണ് ഇക്കാര്യം അല്ലെ. എ പ്ലസ് തരം എത്തരം, ഇ പ്ലസ് മാതിരി ഇമ്മാതിരി. ഇരട്ടിക്കുന്നുണ്ട്, ഒരു വർണ്ണം ഇരട്ടിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? സമൃദ്ധോകാരത്തിന് പകരമായി ഈ സമൃദ്ധോകാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സമൃദ്ധോകാരം ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സമൃദ്ധോകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ സമൃദ്ധോകാരം എങ്ങനെ എഴുതുക? വിസർഗവും ഇതൊക്കെ അറിയോ? വിസർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് എഴുതി കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക്? എങ്ങനെയാ വിസർഗം? കേട്ടിട്ടേ ഇല്ലേ ദൈവമേ. അപ്പൊ മലയാളത്തിലെ അക്ഷരമാല ഏതൊക്കെയാ? ഏതൊക്കെയാണ് അക്ഷരമാലകള്? ഒന്ന് പറഞ്ഞു ആരെങ്കിലും. ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാന്നില്ല ഭാവത്തിൽ എങ്ങ പറഞ്ഞു 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 പോവുകയാണ്. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ എന്ന് വിചാരിച്ചു, മലയാളം അല്ലേ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്താണ് അക്ഷരമാലകൾ ഏതൊക്കെയാണ്? ഇല്ലെങ്കിൽ ഞാൻ LKG ക്ലാസ്സിലേക്ക് വിടും. സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം. സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരങ്ങൾ. നെക്സ്റ്റ് ഇനിയും ഉണ്ട് അക്ഷരങ്ങള്. ഇതുകൊണ്ട് തീർന്നു മലയാള അക്ഷരങ്ങള്. ചില്ലക്ഷരം. ആ ചില്ലക്ഷരങ്ങള്, ചിഹ്നം, ചിഹ്നം, കൂട്ടക്ഷരങ്ങൾ. അക്ഷരങ്ങൾ. ആ അനുസ്വാരം, വിസർഗം. ഓക്കെ, ഇതൊക്കെ ഇതിൽ പഠിഞ്ഞാണ് കേട്ടോ. അക്ഷരമാലയിൽ ഏതൊക്കെയാ വരുക? സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, അനുസ്വാരം, വിസർഗം. എന്താണ് ഈ അനുസ്വാരം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഇതൊക്കെ ഗ്രാമറില്. എന്താ അനുസ്വാരം? എങ്ങനെയാ എഴുതുക അനുസ്വാരം? എക്സാമ്പിൾ ഇപ്പൊ ആയിരിക്കും എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? വിസർഗം ഏതാ മലയാളത്തിലെ വിസർഗം? നമ്മൾ ഇംഗ്ലീഷിൽ വവൽസും മറ്റേതും മറിച്ചും ഒക്കെ പഠിക്കുന്നില്ലേ അല്ലെ? ABCD അക്ഷരമാലയുണ്ട്, പിന്നെന്തുണ്ട്? വവൽസ് ഉണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നില്ല. അതുപോലെ ഈ മലയാളത്തിലും ഉണ്ട്. അപ്പൊ ഈ അനുസ്വാരം വിസർഗം ഏതാണ്? എങ്ങനെയാ എഴുതുക? ഒന്ന് അനുസ്വാരം എഴുതി കാണിച്ചു തരാൻ പറ്റുമോ? എന്താണെന്നറിയോ? ഇപ്പൊ അനുസ്വാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ മരം എന്ന് എഴുതുമ്പോ മാ എഴുതി എന്നിട്ട് രാ എഴുതി ഇത് ഇടുന്ന സാധനമാണ് അനുസ്വാരം. എന്ന സൗണ്ട് വരുന്നത് അനുസ്വാരം. ഓക്കെ, നെക്സ്റ്റ് വിസർഗം എങ്ങനെയാണെന്നറിയോ? വിസർഗം ഇപ്പൊ എക്സാമ്പിൾ ആയി നമ്മൾ ദുഃഖം എന്ന് എഴുതുന്നത്. ദുഃഖം എന്ന് എഴുതുമ്പോ ദുഃഖം ഇങ്ങനെ എഴുതുകയേ ഉള്ളൂ. എങ്ങനെ ദുഃഖം എന്ന് എഴുതുക? ഒന്ന് എഴുതി കാണിച്ച്. ദുഃഖം എഴുതാൻ അറിയോ നോക്കട്ടെ. ദുഃഖം എങ്ങനെ എഴുതും? ഒരു പേപ്പറിൽ എഴുതി കാണിച്ച മിസ്സിനെ. അവിടെ എഴുതിയാൽ മതി. എഴുതിക്കോ. കറക്റ്റ്. ഈ രണ്ട് സാധനം കണ്ടോ? ഇവിടെ ഒരു കുഞ്ഞു 0 2 ഇട്ടത്. അനുസ്വാരം ഇട്ടതുപോലെ 2 ഇട്ടിട്ട് കണ്ടോ? ഇതാണ് വിസർഗം. വിസർഗം എന്ന് പറയുന്നത് ഇതാ. ദുഃഖം എഴുതുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 കുഞ്ഞി 0 ഇട്ടിട്ടാണ് ഖ എഴുതുന്നത്. ഖ എഴുതി എന്നിട്ട് ഖം, ദുഃഖം. ഇത് ഈ വാക്യത്തിലെ ഈ പദത്തിലെ
ഇതാണ് അനുസ്വാരം, ഇതാണ് വിസർഗം. ഓക്കെ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ എത്തി കേട്ടോ. അനുസ്വാരം വിസർഗം എന്ന് അറിയില്ല പറയുന്നത് നാണക്കേടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് വിസർഗം എന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞ ഇതാണ് വിസർഗം. നമ്മളിപ്പം ലാസ്റ്റ് സ്വരാക്ഷരങ്ങളിലെ ആ എഴുതിയിട്ട് ആ എന്ന് പറഞ്ഞ് 2 അക്ഷരം ഉണ്ട് അല്ലെ. ഇത് നെക്സ്റ്റ് ആ. എങ്ങനെയാ? ഇതുപോലെ 2 കുഞ്ഞി പൂജ്യം ഇടും. ചെറിയ കുട്ടികളോടെ കുഞ്ഞി പൂജ്യം എന്ന് പറയുന്നുണ്ട് വിസർഗം. ആ എഴുതിയിട്ട് 2 ഇതിടുന്നതാണ് എന്ത്? വിസർഗം. ഓക്കെ, മനസ്സിലായ? മിസ് മറ്റേ ഉമ്മിന്റെ ഇതെന്തായിരുന്നു? അതിനെന്താ പറയലേ? അനുസ്വാരം. ഓക്കെ, ആണ് പറയുക. അപ്പൊ മലയാള അക്ഷരമാല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തികഞ്ഞാലേ അക്ഷരമാല ആവട്ടോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും മാത്രമല്ല, അക്ഷരങ്ങള് ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് മലയാളം എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ദുഃഖം എഴുതുമ്പോൾ ദൂ എഴുതി ആ സാധനം ഇടാതെ കാന്ന് എഴുതിയിട്ട് പൂജ്യം ഇട്ടാലും മതിയില്ലേ. വിസർഗം ഇവിടെ വേണമെന്നൊന്നുമില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അപ്പോ എന്താ നമ്മൾ പറഞ്ഞേ? ഉപ്പ് പ്ലസ് കല്ല്, ഉപ്പുകല്ല്. സമ്പുദോകാരം എന്ന് പറഞ്ഞാൽ ഏതാ? മേലിങ്ങനെ ഇടുന്നത് ചന്ദ്രക്കല എന്നെല്ലാം പറയില്ലേ നമ്മള്, അറിയോ? ഓക്കെ, വന്നാൽ ഇരട്ടിക്കില്ല അല്ലേ. അപ്പൊ ഉപ്പ് പ്ലസ് കല്ല്, ഉപ്പുകല്ല് എഴുതുന്നുണ്ടോ നമ്മള്? ഇല്ല, ഉപ്പുകല്ലിനെ എഴുതും. അതാണ് സമ്പദോകാരം വന്നാലിന്റെ വ്യത്യാസം. കണ്ടോ? അപ്പൊ എന്തായി? ഉപ്പുകല്ല്. സാധാരണഗതിയിൽ ദ്വിത്വസന്ധി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇരട്ടിക്കണ്ടേ? അപ്പൊ അതാ പറയുന്നത് സമ്പദോകാരത്തിന് പകരമായി ദൃഢം വന്നാൽ അവിടെ എന്ത്? ഇരട്ടിക്കില്ല. ഉപ്പ് പ്ലസ് കല്ല്, ഉപ്പുകല്ല്. കല്ല് പ്ലസ് പാലം, കല്ലുപാലം. ഇനി നെക്സ്റ്റ് ഇവയ്ക്ക് പകരമായി ദൃഢമോ സ്വരമോ വന്നാൽ എന്നിവ ഇരട്ടിക്കും. വീട് പ്ലസ് കാര്യം, വീട്ടുകാര്യം. ആറ് പ്ലസ് കൊഞ്ച്, ആറ്റുകൊഞ്ച്. പേര് പ്ലസ് ഇല്ലം, പേറ്റില്ലം. ഇനി 4ാമത്തത് ഇൻ എന്നീ ചില്ലുകൾക്ക് ശേഷം ഒരു വർണ്ണവും ഇരട്ടിക്കില്ല. ഇന്നും ഇണ്ണും വന്നു കഴിഞ്ഞാല് ഒരു വർണ്ണവും ഇരട്ടിക്കില്ല. തൻ പ്ലസ് കാര്യം, തൻ കാര്യം വരും. നെക്സ്റ്റ് കൺ പ്ലസ് തടം, കൺതടം. കൺതടന്ന് വരുന്നില്ല, ഇന്നും ഇല്ല. അതായത് ചില്ലക്ഷരങ്ങൾ വരുവാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല, ഇരട്ടിക്കുന്നില്ല. അത് ചേർത്ത് അവിടെ എഴുതിയേ വേണ്ടു. ഓക്കെ, ഇനി അടുത്തെന്താ? ഇവയ്ക്ക് പകരമായി ദൃഢം വന്ന എന്നിവ ലോപിക്കുകയും ദൃഢം ഇരട്ടിക്കുകയും ചെയ്തു. ഓരോന്നിനും ഉണ്ട് ദ്വിത്വസന്ധി. സമീപം സാധാരണ നമ്മൾ പിരിച്ചെഴുതിയും ചേർത്തും ചെയ്യുമ്പോൾ ഒന്നും നിയമങ്ങളൊന്നും നോക്കാറില്ല. ഇങ്ങനെ കൂട്ടി എഴുതിയാണ് അല്ലെ, നമുക്ക് തോന്നുന്ന പോലെ, ചേരുന്ന പോലെ അങ്ങനെ നമുക്ക് ചേർത്തങ്ങ് എഴുതലാണ് അല്ലെ. പക്ഷെ ഇതിനെല്ലാം ഓരോ നിയമവശങ്ങളുണ്ട്. അങ്ങനെയാണ് സന്ധികൾ വരുന്നത്. അപ്പൊ ഇത് കണ്ടോ? പേ പ്ലസ് കോലം, പേക്കോലം. ഈ പോയി അല്ലെ അവിടെ. പൂവ് പ്ലസ് കാലം, പൂക്കാലം. താഴ് പ്ലസ് കോൽ, താക്കോൽ. അതാണ് താക്കോൽ. താഴ് പ്ലസ് കോലാണ് താക്കോൽ. താഴ്ക്കോൽ എന്നല്ല നമ്മൾ പറയാറ്, താക്കോൽ, ചാവി. നെക്സ്റ്റ് വാൾ പ്ലസ് തല, വാത്തല അല്ലെ. വാൾത്തല പറയാറുണ്ട് ചിലപ്പോ. ഇത് വാത്തല. ഇനി പാൽ പ്ലസ് കലം, പാക്കലം. പാൽക്കലം എന്നും പറയാറുണ്ട് അല്ലെ നമ്മള്. ഓക്കെ, ഇനി അടുത്ത എന്താ? ബലിക്കൽ പ്ലസ് പുര, ബലിക്കപ്പുര. ഇനി 6ാമത്തെ എന്താ പറയുന്നേ? ധാതു ഭേദകം ഇവയ്ക്ക് പകരമായും ദ്വന്ദ്വ സമാസത്തിലും ഇരട്ടിപ്പില്ല അല്ലെ. അടുത്ത ദ്വന്ദ്വ സമാസം വന്നാലോ പിന്നെയോ വേറെ എന്താ പറഞ്ഞ? ധാതു ഭേദകം ഇവ വന്നാലും എന്ത് ചെയ്യില്ല? ഇരട്ടിക്കൂല. അതിന് ഉദാഹരണം അവിടെ പറയുന്നുണ്ടേ. തൊഴു പ്ലസ് കൈ, കണ്ടോ? ഇരട്ടിക്കൊന്നും ചെയ്തിട്ട് അതന്നെ ചേർത്ത് അവിടെ എഴുതിയിരുന്നു. തൊഴുകൈ. തൊടു പ്ലസ് കുറി, തൊടുകുറി. പഴയ പ്ലസ് കാലം, പഴയ കാലം. വലിയ പ്ലസ് തമ്പുരാൻ, വലിയ തമ്പുരാൻ. രാ പ്ലസ് പകൽ, രാപ്പകൽ. നമ്മൾ എഴുതാറുണ്ടല്ലേ. ഇവിടെ രാപ്പകലിന് എഴുതിയിട്ടുണ്ട്. രാപ്പകലിന് എഴുതാറുണ്ട്, ഇപ്പൊ വരുത്തരുണ്ട്. പക്ഷെ അങ്ങനെ എഴുതാൻ തെറ്റൊന്നുമില്ല കേട്ടോ. കായ് പ്ലസ് കറി, കായ്ക്കറി എന്ന് എഴുതാറുണ്ട് അല്ലേ. കായ്ക്കറീനെ ഇല്ലു ഇവിടെ.
ഇനി ഏഴാമത്തത് ക്രിയാനാമം മുമ്പോ പിമ്പോ വന്നാൽ ദൃഢം ഇരട്ടിക്കില്ല. ഉദാഹരണം താലി പ്ലസ് കെട്ട് താലികെട്ട്, കെട്ട് പ്ലസ് കല്യാണം കെട്ട് കല്യാണം. എട്ടാമത്തത് ഈൽ അവസാനിക്കുന്ന മുൻവിനേച്ചത്തിനും തൻവിനേച്ചം പാക്ഷിക വിനേച്ചം എന്നിവയ്ക്കും ആൽ ഇൽ കൽ എന്നീ വിഭക്തികൾ ആധാരികാവസമായ എ എന്നിവയ്ക്കും പകരമായി ദൃഢം വന്നാൽ ഇരട്ടിക്കണം. ഉദാഹരണം പോയി പ്ലസ് കണ്ടു പോയി കണ്ടു, പോകെ പ്ലസ് പറയാം പോകെ പറയാം, വന്നാൽ പ്ലസ് തരാം വന്നാൽ തരാം, വന്നുകിൽ പ്ലസ് തരാം വന്നുകിൽ തരാം, അവനാൽ പ്ലസ് തന്നെ അവനാൽ തന്നെ. ഓക്കെ, അവിടെ എല്ലാം എന്ത് ചെയ്തു? ഇരട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി ആദേശസന്ധി, മൂന്നാമത്തത് ആദേശസന്ധി. ഓക്കെ, വ്യഞ്ജനങ്ങൾ സന്ധി ചെയ്യുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി ഒരേ ഉച്ചാരണ സ്ഥാനത്തുള്ളതോ തൊട്ടടുത്തുള്ളതോ ആയ വ്യഞ്ജനത്തെ ആദേശിക്കും. ഇത് ആദേശസന്ധി. ഇത് പലതരത്തിലും വരാം. സ്വവർഗമായി ആദേശിക്കുക, കൺ പ്ലസ് തു കണ്ടു, പൊൻ പ്ലസ് പണം പൊൻപണം. ഇവിടെ പൊമ്പണം എന്നായിരിക്കും, പൊൻപണം എന്ന് എഴുതാറുണ്ട് നമ്മള്. ഇനി സ്വവർഗാനുനാസികമാക്കുക, വെൺ പ്ലസ് ചാമരം വെഞ്ചാമരം. ഖരാദേശം വരിക, ആണ്ട് പ്ലസ് പിറന്നാൾ ആട്ടപ്പിറന്നാൾ. ആണ്ട് പിറന്നാൾ എന്ന് പറയാറുണ്ട് അല്ലേ, ആട്ടപ്പിറന്നാൾ എന്നാ പറയുന്നത്. ഇനി അനുസ്വാരം അകാരമായി മാറുക, സുഖം പ്ലസ് ഉണ്ട് സുഖമുണ്ട്. അനുസ്വാരം സ്വവർഗാനുനാസികമാക്കുക, ചെം പ്ലസ് താർ ചെന്താർ. അനുസ്വാരത്തിന് ത് ആദേശം, മുഖം പ്ലസ് ഇൽ മുഖത്തിൽ. വകാരം ആദേശം വരിക, കലം പ്ലസ് അറ കലവറ. ഓക്കെ, ഇത്രയാണ് അതിൽ പറയുന്നത്. ഏതൊക്കെ മൊത്തത്തിൽ പറഞ്ഞ സന്ധികൾ എന്താണ്? എന്താണ് സന്ധികള്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ. ഫെയ്ത്ത് എവിടെയാന്ന് മനസ്സിലായോ? ഫെയ്ത്ത് നമ്മള് ഏറ്റവും ലാസ്റ്റ് ഭാഗ പഠിക്കുന്നേ, ഗ്രാമർ പോർഷൻ. കണ്ടില്ലേ? ഓക്കെ, പേജ് നമ്പർ 76, 74, 75, 76 ഇത്രയാണ് നമ്മളിപ്പോ പറയുന്നത് ഇടയിൽ അല്ലേ? ഓക്കെ, അതിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? സന്ധി എന്നാൽ എന്ത്? രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ വരുന്ന മാറ്റം അല്ലെ, ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് പറയുന്നത്. സന്ധി എത്ര തരം? 4 തരാണ്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ഓക്കെ, ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അതിൽ മെയിൻ ആയിട്ട് കുറച്ച് എക്സാമ്പിൾ. അടുത്ത് നമുക്ക് സമാസാണ് പഠിക്കാനുള്ളത്. ഒന്ന് സന്ധി, 2 സമാസം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുണ്ട് 8th സ്റ്റാൻഡേർഡില്. വൃത്തങ്ങള്, പിന്നെ കണ്ടോ ഇവിടെ ഫസ്റ്റില് എന്തൊക്കെയാ ഉള്ളടക്കം പറഞ്ഞു? സന്ധി, സമാസം, വിനയച്ചം, തൽഭവം, തത്സമം, ഉപസർഗം, കൃത്ത്, തദ്ധിതം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രാമർ പോർഷൻ പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ വരി ഇപ്പൊ നമ്മൾ പഠിച്ച ഫസ്റ്റ് പാഠം കണ്ടോ? ഫസ്റ്റ് പാഠം ഒരു പാട്ട് പഠിച്ചില്ലേ? എന്താണ് പാട്ട്? ഓർമ്മയുണ്ടോ പാഠത്തിന്റെ പേര് ആർക്കെങ്കിലും? ഒന്നാമത്തെ നോക്കാതെ ഫെയ്ത്തേ മറിക്കണ്ട. വർഷകാല വർഷണം. ഓക്കെ, വർഷകാല വർണ്ണനം. വർണ്ണനം. വർഷനല്ല, വർണ്ണനല്ലേ? വർഷകാല വർണ്ണനം. അപ്പൊ ഈ വർഷകാല വർണ്ണത്തിൽ നമുക്ക് ഒരു മഞ്ചരി വൃത്തമുണ്ട്. മഞ്ചരി വൃത്തത്തിനെല്ലാം ഓരോരോ ഇതുണ്ട്. എന്ത്? ഓരോന്നിനുണ്ട്. ഇപ്പൊ ഉപമ, ഉപമ ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. നമ്മ ഒന്നിനോട് ഇപ്പം ഫെയ്ത്തിനെ കണ്ടാൽ ഇങ്ങനെ പറയും നമ്മള് അല്ലെ? ആ ഫെയ്ത്തിനെ കണ്ടാല് അജിസറിനെ പോലെ ഉണ്ട് നമ്മ പറയൂ അല്ലെ? അപ്പൊ എന്താണ്? ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാണത്. അപ്പൊ ഇവന് അവനോട് സാദൃശ്യമുണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? ഉപമ അല്ലേ? ഉപമ. ഇനി ഉൽപ്രേക്ഷയുണ്ട്. ഉൽപ്രേക്ഷ അലങ്കാരം മറ്റുണ്ട്. എന്ത്? മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ ഇതുതാനല്ലയോ അത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യാലയം കൃതിന്നാണ്. എന്ത്? മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ ഇതാണോ അതോ ഇത് തന്നെയാണോ? ഇപ്പൊ അജിസാറിന്റെ കടമ പറയൂ. എന്ത്? ഇതന്നല്ലേ നമ്മളെ ആ ക്ലാസ് അവനന്യോ ഇവൻ നമുക്ക് തോന്നും. അതായത് ഉപമ പോലെയും അല്ല, കുറച്ചും കൂടി നമുക്ക് എന്ത് തോന്നും? ഇപ്പം നമ്മിപ്പൊ പറയാറില്ലേ ആരെയും കണ്ടാല്? ഇപ്പൊ ഇജാസിനെയും ഇഫ്ര ഫാത്തിമനെയും കണ്ട അമ്മ വേണം പറയും. എന്ത്? ഇതേപോലത്തെ ഒരു കുഞ്ഞ് അടുത്ത ക്ലാസ്സിലും ഉണ്ടല്ലോ. അവർക്ക് അത്ര കാണുമ്പോ അത്ര പോലെ ഇല്ല. ചില കുട്ടികൾ ഇപ്പം ഏട്ടനിയന്മാറിനെ നമുക്ക് തോന്നും അല്ലെ? ഒരുപോലെ തോന്നും അല്ലെ? അപ്പൊ എന്ത് നമുക്ക് തോന്നും?
ഇവനാണോ രണ്ടാൺകുട്ടികൾ തന്നെയാണെന്ന് പറയും. നമ്മളിങ്ങനെ പറയുമ്പോഴെങ്കിൽ ആ 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളില്ലേ അപ്പുറത്ത് 6th-6th അപ്പൊ അവർ രണ്ടാളും ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ, ഒരു തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാ, മറ്റൊന്നിന്റെ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക എന്നൊരു ആശങ്ക ഉണ്ടാവും നമുക്ക്, അവനാണോ ഇവൻ എന്നുള്ളത്. അങ്ങനെ വരുമ്പാണ് എന്ത് ഉൾപ്രേക്ഷ. ഇങ്ങനെ കുറെ ഇതൊക്കെ പഠിക്കാനുണ്ടേലേ. 2 വരികൾ തന്നിട്ട് ഇതിൽ എന്തൊക്കെ വൃത്തങ്ങളാണ് അങ്ങനെ പറയേണ്ടി വരും. ഇതാ ഇവിടെ ലാസ്റ്റ് നിങ്ങൾ നോക്കിയോ, ഇവിടെ പുറകോട്ട് നോക്കിയോ, ഇതിനെല്ലാം ഉണ്ട് കേട്ടോ കുറെ. ഇതിൽ ഞാൻ എല്ലാം ഇല്ലാന്നോ ഞാൻ പറഞ്ഞതല്ല, ഞാൻ പഠിച്ചത് വെച്ച് ഞാൻ പറഞ്ഞാണ്. ഇതാ കണ്ടോ മഞ്ചരി. ഇതാ ലാസ്റ്റ് എവിടെ, പേജ് നമ്പർ 87 നോക്കിയേ നിങ്ങൾ. 87 പാഠപുസ്തകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വൃത്തങ്ങൾ എന്ന് മറ്റു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിലെന്താ പറഞ്ഞത്, കാകളി വൃത്തം ലക്ഷണം എന്ത്, മാത്രേഞ്ചക്ഷരം 3-ൽ വരുന്നോരു ഗണങ്ങളെ 8 ചേർത്തുള്ളോര് ഇരടിക്ക് ചൊല്ലാം കാകളി എന്ന പേർ. കാകളി വൃത്തത്തിന്റെ ലക്ഷണമാണ് എന്ത്, ഇത് പഠിച്ചിട്ട് വേണം ആ 2 വരികൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ. ആ ലക്ഷണം വെച്ചിട്ട് എന്ത്, മാത്രേഞ്ചക്ഷരം 3-ൽ വരുന്നോരു ഗണങ്ങളെ 8 ചേർത്തുള്ളീരടിക്ക് ചൊല്ലാം കാകളി എന്ന് പറയും. കാകളി വരുമ്പോ എങ്ങനെയാണ് വരുവാണ്. പിന്നെന്താ അടുത്ത പറഞ്ഞ കേട്ടോ. അപ്പൊ ഇതിൽ പറഞ്ഞ കേട്ടോ 3 അക്ഷരത്തിന് 5 മാത്ര എന്ന കണക്കിൽ 8 ഗണം അല്ലേ. കാലചക്രഭ്രമം പകർത്തുക നമ്മളെ പാഠപുസ്തകത്തിൽ വരുന്ന ഇത്. നെക്സ്റ്റ് ഇതാ നമ്മൾ ഈ കഴിഞ്ഞ പാഠം പഠിച്ചതാ പാൽക്കടൽ മാനിനി കണ്ടോ താഴെ, വർഷകാല വർണ്ണത്തിലെ ലൈൻസ് കണ്ടോ താഴെ ഭാഗത്ത് വരുന്നത്. പാൽക്കടൽ മാനിനി തന്നെ കണ്ണിന് പാൽക്കുഴമ്പായുള്ളോരായർ പൈതൽ. അത് കണ്ടോ, ഗുരുവും ലഘുവും വെച്ചിട്ട് മുറിച്ചിട്ട് കണ്ടോ, 3 അക്ഷരം വെച്ചിട്ട് ഇങ്ങനെയെല്ലാം പഠിക്കാനുണ്ട് നമുക്ക്. അത് ഏതാ വരുന്ന കണ്ടോ, മഞ്ചരി വൃത്തമാണ് വർഷകാല വർണ്ണനം എന്ന കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതുണ്ടോ. പിന്നെ ഇത് ശീമോന്റെ വിരുദ് പറഞ്ഞ നമുക്ക് ഇനി അടുത്ത ഒരു പാഠമുണ്ട്, ശീമോന്റെ വിരുന്ന്. അതിലും മഞ്ചരിയാണ്. മുത്തച്ഛനിലും ചില ഗണങ്ങൾ ലഘുപ്രായമാക്കിയിട്ടുണ്ട്. മഞ്ചരിയുടെ ലക്ഷണം, ശ്രദ്ധകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറഞ്ഞിടുകിലത് എന്താവും, മഞ്ചരിയായിടും. ഇങ്ങനെ കുറെ ലക്ഷണങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ഓരോ പദ്യം എഴുതുന്നത്. വൃത്തങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വാരി എഴുതുന്നതല്ല കേട്ടോ. കേക കണ്ടോ, അരി ഇല്ലാഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് കേകാ വൃത്തത്തിലാണ്. അരി ഇല്ലാഞ്ഞിട്ട് എന്ന പാഠം പഠിച്ചിട്ടേ ഓർമ്മയുണ്ടോ? ഓക്കെ, ആ അരി ഇല്ലാഞ്ഞിട്ട് എന്ന് പഠിച്ച പാഠത്തിൽ കേകയാണ് വൃത്തം വരുന്നത്. എന്താ കേകാ വൃത്തത്തിന്റെ നോക്കിയേ, തൊട്ട് പുറത്തതാ പുറകിലെ പേജിലതാ അതിന്റെ ലക്ഷണം കണ്ടോ. 3-ഉം 2-ഉം 2-ഉം 3-ഉം 2-ഉം 2 എഴുത്തുകൾ 14-6 ഗണം പാദം 2-ലും 1 പോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും നടുക്കിയതി പാദാതിപൊരുത്തം ഇത് കേകയാന്നാണ്. കൊറേ ഉണ്ട് ഇതിൽ, വായിച്ചു നോക്ക് ഇടക്ക് എടുത്തിട്ട് ഇതെല്ലാം എന്താണെന്ന്. ഇതെല്ലാം ബൈഹാട്ട് പഠിക്ക് കേട്ടാ. കൊറേ ഉണ്ട് കേട്ടോ, ഇടക്കിടക്ക് വായിച്ചു നോക്കത് എടുത്തിട്ട്. ഷോണേ എന്തേ ഷോൺ തല ഇറങ്ങിയ ഷോണേ. ഓക്കെ, അപ്പൊ നമ്മൾ സന്ധി പഠിച്ചിട്ടുണ്ടേ, മറന്നു പോകരുത്. അത് നിങ്ങളൊന്ന് വായിക്കുക കേട്ടാ നല്ലതുപോലെ. ഞാൻ ഇവിടുന്ന് കുറെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല, അതൊന്നും വായിക്കും നല്ല പോലെ. ഇനി നമുക്ക് അടുത്തത് സമാസാണ് പഠിക്കണ്ടേ. സമാസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലെ. സമാസം ഓക്കെ. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം.